ഹിറ്റ്ലറുടെ മരണശേഷം നാസി ആർമിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ന്യൂറംബർഗ് എന്ന സിനിമ ഓഫർ ചെയ്യുന്നത്. ഹിസ്റ്ററി ബേസ്ഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒന്നാണ് ഈ മൂവി. ആ ഒരു കാലഘട്ടവും നാസി ആർമിയിലുള്ള ആ ഒരു ലീഡിംഗ് ഓഫീസേഴ്സിന്റെ ഒരു ട്രയൽസും ഒക്കെയാണ് ഈ പടത്തിന്റെ മെയിൻ ഫോക്കസ്. ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിലും കൂടിയാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിലേക്കുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കൊന്നും കടക്കാതെ അവിടെ എന്താണ് ആ ഒരു ക്യാരക്ടേഴ്സ് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതെല്ലാം തന്നെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഇതിന്റെ മേക്കേഴ്സിന് സാധിച്ചു എന്ന് വേണം പറയാൻ. ആൻഡ് ഈ ഹെർമൻ ഗോറിംഗ് എന്ന് പറയുന്ന റസൽ ക്രോന്റെ ക്യാരക്ടറിന്റെ പെർഫോമൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ ആ ഒരു ആക്ടറിനെ നമുക്ക് അവിടെ ഒരിക്കലും തോന്നുന്നില്ല, ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ വരുന്ന ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ചില സംഭവ വികാസങ്ങളാണ് സിനിമയുടെ മെയിൻ ഫോക്കസ്. ഒരു ബ്യൂട്ടി ഒരു സിനിമയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കാലഘട്ടത്തിലത്തെ ആ ഒരു മൊത്തം സെറ്റപ്പും ഈ ഇതിലത്തെ ഒരു കോസ്റ്റ്യൂംസ് ആയാലും ശരി, ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു സെറ്റപ്പ് ആയാലും ശരി, ആ ഒരു സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഒക്കെ തന്നെ നല്ല കിടിലനായിട്ട് തന്നെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും കണ്ണെടുക്കാൻ തന്നെ തോന്നാത്ത രീതിയിലാണ് ഇതിന്റെ ഒരു വേ ഓഫ് എക്സിക്യൂഷൻ. സോ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ ഈ പടം അവൈലബിൾ ആണ്. പടം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.